ഒരു സുന്ദരമായ കാട്ടിൽ ആനയും കരടിയും സിംഹവും പുലിയും ജിറാഫും മുയലും ആമയും ഉൾപ്പെടെ നിരവധി മൃഗങ്ങൾ സൗഹൃദത്തോടെ ജീവിച്ചിരുന്നു. അവരൊക്കെ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ദിവസങ്ങൾ കഴിച്ചു, ഒന്നിനൊന്ന് സഹായിച്ചു ജീവിച്ചു. ഇടയ്ക്കൊക്കെ അവർ ഒത്തുകൂടി വനത്തിന്റെ നടുവിൽ ആനന്ദത്തോടെ സമയം ചെലവഴിക്കുമായിരുന്നു. ഇപ്രാവശ്യം മഴ കുറവാ. അതേ, നമുക്ക് പുതിയ സ്ഥലം നോക്കാം. അവർ ഒത്തുകൂടുമ്പോഴെല്ലാം കാട്ടിൽ നടന്ന പുതിയ സംഭവങ്ങൾ പരസ്പരം പറഞ്ഞ് സന്തോഷിക്കുമായിരുന്നു. ആനച്ചേട്ടാ, ആമച്ചോലയിൽ നീരൊടുക്ക് കുറഞ്ഞോ? എനിക്ക് കുടിക്കാനുണ്ട്, മുങ്ങാണില്ല. അവർ ഒത്തുകൂടി പാട്ട് പാടും, കുയിലിന്റെ സംഗീത കച്ചേരി ആസ്വദിക്കും, ആടിയും പാടിയും ഉല്ലസിക്കും. അവർ തമ്മിൽ തമാശകൾ പറഞ്ഞു, പരസ്പരം കളിയാക്കി, പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുമായിരുന്നു. ചിലർ അടുത്ത കാട്ടിലേക്ക് പോയപ്പോൾ ഉണ്ടായ രസകരമായ അനുഭവങ്ങൾ പറയും. വഴി തെറ്റി അവരുടെ കാട്ടിലെത്തിയ മൃഗങ്ങളെക്കുറിച്ചും സംസാരിക്കും. ചിലപ്പോൾ മനുഷ്യരുടെ അടുത്തെത്തിപ്പെട്ട അനുഭവങ്ങളും അവർ പങ്കുവെക്കും. ഞാൻ ഇന്നലെ മുള്ളൻ പന്നിയെ ഓവർടേക്ക് ചെയ്ത്. വെരി ഗുഡ്, മിടുക്കൻ. നീ വലിയ ഓട്ടക്കാരൻ തന്നെ. ഹാ, ഞാൻ മാനിനെയും തോൽപ്പിക്കും. രാജാവ് മന്ത്രി എന്തു പറയുന്നു? നാട്ടുവിശേഷം പറയുന്നു. ഇന്നലെ ഇതിലെ ഒരു മനുഷ്യൻ വന്നു, അവൻ നമ്മളെ കണ്ടത് ഓടി രക്ഷപ്പെട്ടു. ഇനി ഇത് വഴിവല്ല. ഇത് നമ്മുടെ രാജ്യം, ഒട്ട മനുഷ്യരെ അടുപ്പിക്കരുത്. ഇത് നമ്മുടെ രാജ്യം, ഒട്ട മനുഷ്യരെ അടുപ്പിക്കരുത്. എന്താണ് ഇവിടെ വിഷയം? മുയല് വലിയ ഓട്ടക്കാരൻ തന്നെ. ഞാനാണ് ഇവിടുത്തെ വലിയ ഓട്ടക്കാരൻ. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. എന്ത്, നിനക്ക് അഭിപ്രായമില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ആരാണ് എന്നെക്കാളും വേഗത്തിൽ ഓടുക? ഞാൻ ഓടും. നീയോ? നല്ല തമാശ. തമാശ അല്ല, ഞാൻ ഓടും. എന്നാൽ നമുക്ക് മത്സരിക്കാം, പന്തയം. ഓക്കേ, ഞാൻ റെഡി. കൊള്ളാം, നല്ല ഐഡിയ. ഞാൻ എല്ലാവരോടും വിവരം പറയാം. ആയിക്കോട്ടെ, സന്തോഷം. അങ്ങനെ കരടി മറ്റു മൃഗങ്ങളോട് ഈ വിഷയം പറയുന്നു. അവരെല്ലാം ഇത് ചർച്ച ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. കരടിച്ചായൻ പറയുന്നത് കേൾക്കുക. ഞാൻ പറയാം, ഇവിടെ ഒരു മത്സരം നടത്താനുണ്ട്. ആമയും മുയലും ഓട്ടമത്സരം നടക്കുന്നു. ഈ വനത്തിന്റെ കിഴക്കേ അതിർത്തി വരെ ഓടണം. ജയിക്കുന്നവൻ എന്റെ വക ഒരു പലകത്തേൻ. ജയിക്കുന്നവൻ എന്റെ വീട്ടിൽ സ്പെഷ്യൽ വിരുന്ന്. അങ്ങനെ കരടി മറ്റു മൃഗങ്ങളോട് മത്സരത്തിന്റെ നിയമങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ഈ വനത്തിന്റെ അതിർത്തിക്ക് സമീപം ഒരു വലിയ പാറയും ഗുഹയുമുണ്ട്. മുയലും ആമയും ആ ഗുഹ വരെ ഓടണം. ആദ്യം അവിടെ എത്തുന്നത് ആരാണെന്ന് നമുക്ക് അവിടെ നിന്ന് നോക്കാം. നമുക്ക് ഒരു എളുപ്പ വഴിയിലൂടെ പോയാൽ അവർ എത്തുന്നതിനു മുമ്പ് അവിടെ എത്താൻ കഴിയും. കരടി ഒരു വലിയ ഇല വീശി മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു. ആമയും മുയലും ഓട്ടം തുടങ്ങി. ആരവങ്ങൾ മുയലും ആമയെ കാണാനേ ഇല്ല. ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാം. ആ പൊട്ടനാമ എന്നോട് ജയിക്കാൻ വന്നിരിക്കുന്നു. അവൻ ഇവിടെ എത്താൻ മണിക്കൂറുകൾ എടുക്കും. മുയൽ തോർത്തേ. ആമ ജയിച്ചു. മിടുക്കൻ. എന്റെ വീട്ടിലേക്ക് ഞാൻ നിന്നെ വിരുന്നു വിളിക്കുന്നു. വളരെ സന്തോഷം.